ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ഒരു വിഷ് കണി കാണാം നമുക്ക്. ഇതെൻ്റെ മേമ്മയുടെ വീട് വിഷ് കണിയാണ് ഗായ്സ്. ഇതാ നമ്മുടെ അമ്മു കുട്ടീനെ കൊണ്ടുവന്നിരിക്കുന്നു. അമ്മു തൊഴുകയാണ് ഗായ്സ്. അടുത്തത് നമുക്ക് കുഞ്ഞുകുട്ടീനെ കൊണ്ടുവരാം. കുഞ്ഞിതാ കണ്ണ് തുറക്കണില്ല, എന്നാലും മേമം വിളിച്ചു ഉണർത്തി അവൾ എങ്ങനെയെങ്കിലൊക്കെ തൊഴുതിരിക്കുന്നു. അടുത്തത് നമുക്ക് അച്ചാമ്മനെ കൊണ്ടുവരാം. അച്ചാമ്മ നല്ലോണം. അടുത്ത മേമം ഇതാ കേബേജ് നമ്മൾ വാറ്റി വെച്ചിരിക്കുന്നു. ഇത് നമ്മുടെ സാമ്പാറിന് വേണ്ടിയുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഗായ്സ്. സാമ്പാറിന് വേണ്ടിയുള്ള തേങ്ങാപ്പീര വറുത്ത് വെച്ചിരിക്കുന്നു ഗായ്സ്. അടുത്തതായി കേബേജ് വാറ്റി വെച്ചിരിക്കുന്നു. കേബേജിനുള്ള ചേരുവ മിക്സിയിട്ട് അടിച്ചിരിക്കുന്നു. എന്നിട്ട് ഇടുന്നു. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ് ഗായ്സ്. ഇത് സാമ്പാർ ഒരുവിധം പാകമായിട്ട് വന്നിരിക്കുന്നു ഗായ്സ്. ഇനി അതിലോട്ട് കേബേജിലോട്ട് ഇടാൻ വേണ്ടി മുളക്, വേപ്പില, കടുകെല്ലാം ഇട്ടിരിക്കുന്നു ഗായ്സ്. ഇതാ കേബേജ് റെഡിയായി ഗൈസ്. ഉച്ചയ്ക്ക് വന്ന് ഇരുന്ന് കണ്ടാൽ മതി, കഴിച്ചാൽ മതി. ഇനി ഇതേ നിമിഷം അമ്പലത്തിൽ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കാണാം. ഇത് മേമ്മയുടെ കൂട്ടുകാരത്തി. ഇതാ അമ്മയും മക്കളും. അതെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന സമയം എത്തിയിരിക്കുന്നു ഗായ്സ്. സദ്യക്ക് എല്ലാവർക്കും മീൻ വറുത്ത് കഴിക്കാറുണ്ടോ ഗായ്സ്? ഇതാ മേമ്മയുടെ വിഷ്കട്ട സീനാണ് ഗായ്സ്. ഇത് സദ്യ കഴിക്കുന്നു ഗായ്സ്. ഇതാ അമ്മുക്കുട്ടിയും കുഞ്ഞനും ചോറ് തിന്നുന്നു. ചോറ് എന്ന് വെച്ചാൽ അടിപൊളി ചോറ്, കേബേജ്, സാമ്പാർ, പപ്പടം, ഇഞ്ചിക്കറി, മീൻ വറുത്തത്. അടുത്തത് നമ്മുടെ അച്ചാമ്മനെ കാണാം. അച്ചാമ്മ ക്യാമറ നോക്കി പറഞ്ഞ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഗൈസ്? നിങ്ങൾ പറയൂ. അടുത്ത നമ്മുടെ അമ്മയും മക്കളും കൂടി നിന്ന് ചോറും തിന്നുകയാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ വിഷാഘോഷം. ബൈ.